കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദിവസത്തിലായിരിക്കുന്ന വാത്സല്യ ദൈവങ്ങൾക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം കുറുവാക്യമായി വായിച്ച് ചില ചിന്തകൾ ദൈവവചനത്തിലൂടെ ഒരുമിച്ച് ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, ഗ്രഹിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എഫേസ്യ ലേഖനം 5-ന്റെ 14-ാമത്തെ വാക്യം: അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലും. വളരെ അർത്ഥസമ്പുഷ്ടവും വളരെ ഗാംഭീര്യവും വളരെ പഠിക്കേണ്ടതും ഗ്രഹിക്കേണ്ടതുമായ ഒരു വചനഭാഗമാണിത്. നമുക്കറിയാം, എഫേസ്യ ലേഖനം ലേഖനങ്ങളുടെ റാണി എന്ന നിലയിലാണ് ആ ലേഖനം നിലകൊള്ളുന്നത്. അപ്പോൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ആ ലേഖനങ്ങളുടെ റാണി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്? പല കാരണങ്ങളുണ്ടതിന്. പ്രധാനമായിട്ട് പറയുമ്പോൾ ശുശ്രൂഷ വൃന്ദങ്ങളെക്കുറിച്ച് ആ ലേഖനം ശക്തമായി പഠിപ്പിക്കുന്നു. പുതിയ നിയമ ശുശ്രൂഷ വൃന്ദങ്ങളെക്കുറിച്ചും അവരുടെ ശുശ്രൂഷ രീതികളെക്കുറിച്ചും വളരെ വ്യക്തമായി കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനം 4-ന്റെ 11 മുതലാണ് ആ വാക്യങ്ങൾ. ഞാൻ വേഗത്തിലത് വായിച്ചു പോകാൻ കർത്താവ് ശരണപ്പെടുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലർ പ്രവാചകന്മാരായി, ചിലർ സുവിശേഷകന്മാരായി, ചിലർ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ നിയമനം. സഭകൾ ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നുണ്ട്, കർത്താവ് ശുശ്രൂഷകന്മാരെ നിയമിക്കുന്നുണ്ട്, സ്വയം കയറി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഈ 3 നിലയിലുണ്ടെന്നാണ് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ പഠിപ്പിച്ചത്. ഞാനിപ്പോഴും അത് ഓർത്തുപോയി. അപ്പോൾ ഇന്ന് സംഘടനകളാക്കി വെച്ച ശുശ്രൂഷകന്മാർ, ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാർ, സ്വയം കയറി ശുശ്രൂഷ ചെയ്യുന്നവർ, ഈ 3 ഗ്രൂപ്പും കൂടി കടന്ന് വിരഹിക്കുകയാണ് ഇന്നത്തെ ആത്മീയകുളത്തിൽ. ഇതിലേതാണ് ദൈവമാക്കി വെച്ചതെന്നും ആരെയാണ് ദൈവം ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചതെന്നും തിരിച്ചറിയാൻ കഴിയാത്ത പോലെ ഒരവസ്ഥയിലായിരിക്കും. നമ്മൾ അതിനൊരു മാനദണ്ഡം എടുക്കേണ്ടത് വചനം തന്നെയാണ്. ഹല്ലേലൂയ. ദൈവമാക്കി വെച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും, ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ദൈവമാക്കി വെച്ച് ദൈവത്തിൻ്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കും, അല്ലാത്തൊരു വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നിപ്പോൾ ഈ വചനവിരുദ്ധമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ജനത്തെ ആത്മീകമായി അന്ധതയിലേക്ക് നടത്തപ്പെടുന്ന ഒരു വലിയ പ്രവണത നമ്മൾ കണ്ടുവരികയാണ്. കാരണം ദൈവമാക്കി വെച്ചവർ ദൈവവചനം പ്രസംഗിച്ചവരെ കർത്താവിൻ്റെ വരവിനോട് ഒരുക്കിക്കൊണ്ടിരിക്കും. അതതിൻ്റെ പ്രത്യേകത. ഞങ്ങളൊക്കെ ചെയ്യുന്നതാ. ഒരു സംഘടനയുടെ ആളല്ല. ഹല്ലേലൂയ. ഒരു സ്വതന്ത്രമായി കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധുവായ മനുഷ്യനാണ് ഞാൻ. സംഘടനകളിൽ ഉള്ളവർ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അതിന് കൂച്ചുവലം കിട്ടുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടുവരിക. ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പത്യവചനം, സത്യവചനം തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൂച്ചുവലം കിട്ടുന്ന മേലാളന്മാരെ നമുക്ക് കാണാൻ കഴിയും. അത് അപകടകരമാണ്. അപകടകരം. കാരണം ശുശ്രൂഷകന്മാർ ഉപദേശം പറഞ്ഞാലേ ജനം ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിലും നിർമ്മലതയിലേക്കും വരികയുള്ളൂ. അങ്ങനെ ദൈവവചനത്തിൻ്റെ വിശുദ്ധിയിലും നിർമ്മലതയിലും വന്നാൽ മാത്രമേ അവർ കർത്താവിൻ്റെ വരിൽ പോകാൻ ഒരുക്കം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ കിട്ടത്തില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കെട്ടുകഥ, കഴിവിക്കഥ, നിർമ്മിതകഥ, സങ്കല്പകഥ, രോഗസൗഖ്യം, ഭൂതശാന്തി, ബെൽറ്റ് മാറ്റി, പിന്നെ മുഴ മാറി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവർക്ക് ഈ പഥ്യവചനം, പഥ്യോപദേശം ജനത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. പഥ്യവചനം, പഥ്യോപദേശം ജനത്തിന് കൊടുക്കണമെങ്കിൽ അത് കർത്താവ് ആക്കി വെച്ചവർക്കേ പറ്റത്തുള്ളൂ. ഞാൻ ആരെയും വിമർശിക്കുകയോ ആരെയും കളിയാക്കുകയോ ഒന്നും ചെയ്യുകയല്ല. ഐ ടെല്ലിങ് ട്രൂത്ത്. ഞാൻ സത്യം വിളിച്ച് പറയുക. അതുകൊണ്ട് സത്യം വിളിച്ചുകൊണ്ട് നിങ്ങൾ ശത്രുവായി പോയോ എന്ന് പോയി ചോദിക്കുന്നു ഗലാത്യരോട്. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. എഫേസ്യ ലേഖനം ശുശ്രൂഷകന്മാരെ ശക്തമായി വെളിപ്പെടുത്തുന്ന ഒരു ലേഖനമാണ്.
ഞാൻ അതിലൊന്നിൻ്റെ കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം. ചില അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവം നിയമിച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഒരു പട്ടികയാണ് ഇവിടെ കാണുന്നത്. 5 വിധ ശുശ്രൂഷകളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ, എന്തിനാണ് ആ നിയമിച്ചത്? ആ നിയമിച്ചത് അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവും ഒരുപോലെ പ്രാപിക്കണം. സഭയിലെ വിശ്വാസികൾ ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് വിശ്വാസത്തിൽ ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യത തികഞ്ഞ പുരുഷത്വം ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കണം. ഇന്നങ്ങനെയാണോ? ഇന്നങ്ങനെയാണോ? അല്ല. അപ്പൊ ദൈവം ആക്കി വെച്ചവരല്ല എന്ന് സ്പഷ്ടം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമൊക്കെ ആക്കി വെച്ചവരാണെങ്കിൽ വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമുദായ പ്രായത്തിൻ്റെ അളവും എല്ലാവർക്കും ഒരുപോലെ കിട്ടാനുള്ള ഉപദേശം അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയോ, അങ്ങനെ നാം ഇനി മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാൻ തക്കോളം ഉപദേശത്തിൽ ഓരോ കാറ്റിനാൽ അളിഞ്ഞുള്ള ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് സകലത്തിൽ വളർച്ച പ്രാപിക്കും. അപ്പൊ ഇവിടെ പറയുന്നത്, ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് ഒരേ ആത്മീയ നിലവാരത്തിലേക്ക് വിശ്വാസികൾ എല്ലാവരും വരണം. അങ്ങനെ വരുന്നില്ലെങ്കിൽ വഞ്ചനയുടെ അനുഭവമാണ് പിന്നുണ്ടാകാൻ പോകുന്നത്. ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞൊഴുന്ന ശിശുക്കളായിരിക്കും. ഇന്ന് സഭകളിൽ ആത്മീക ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. പാസ്റ്റർമാരും ഏകദേശം ശിശുക്കളെ പോലെയൊക്കെ തന്നെ. അവർ ചിലപ്പോൾ അതിലും വലിയ ശൈശവാവസ്ഥയിലുള്ള വിച്ചുമ്പയും വിളിച്ച് പറയാറുണ്ട്. ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറയുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശൈശവാവസ്ഥയിൽ കിടക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. നാം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ രക്ഷയ്ക്കായി വളരണം. അതിന് വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ക്രൂശിന്റെ വചനം നശിച്ചു പോകും, നമുക്ക് മോക്ഷത്തിൽ രക്ഷിക്കപ്പെടും, നമുക്ക് ദൈവശക്തി. അവൻ ദൈവത്തിന്റെ ശക്തിയായ വചനം നമ്മൾ ആവോളം ഭക്ഷിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ പാനം ചെയ്ത് ആത്മീയ വളർച്ച, ആത്മീയ വർധനവും ആത്മീയ നിറവ് പ്രാപിച്ച് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ ദൈവം നമ്മെ മുന്നീമിച്ചത് കൊണ്ട് യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപരാകണം. ക്രിസ്തുവിന്റെ സ്വഭാവം, ക്രിസ്തുവിന്റെ മനസ്സ്, ക്രിസ്തുവിന്റെ ഭാവം. 3 കാര്യങ്ങളാണ്. ക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തുവിന്റെ മനസ്സ്, അവന്റെ ദിവ്യ സ്വഭാവം. ഇത് പ്രാപിച്ചെടുത്താൽ മാത്രമേ നിത്യതയ്ക്ക് പോകാൻ നമ്മൾ ഒരുങ്ങുന്നുള്ളൂ. ഇവിടെ പൗലോസ് പറയുന്നത്, ദൈവമാക്കി വെച്ച ശുശ്രൂഷ വൃന്ദങ്ങളുടെ ഉപദേശം കേട്ട് വളർച്ച പ്രാപിക്കുന്നില്ലെങ്കിൽ ആരായി മാറും? ഉപദേശത്തിന്റെ കാറ്റിനാൽ അല്ലെങ്കിൽ ശിശുക്കളായി പോകും. ശിശുക്കളായാൽ എന്താ കുഴപ്പം? ഉപദേശം അറിയത്തില്ല. ഉപദേശം അറിയത്തില്ലെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം കണ്ടോ, ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി. ഉപദേശത്തിലൂടെയാണ് പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരാകുന്നത്. ഉപദേശത്തിലൂടെയാണ് പാപവഴികളെ വിട്ടൊഴിയുന്നത്. ഉപദേശത്തിലൂടെയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇടയായിത്തീരുന്നത്. അപ്പോൾ ഉപദേശമൊന്നും ഇല്ലെങ്കിൽ എന്താ പറ്റി? സർവത്ര നാശമാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊടുത്തോളൂ. ഈ 66 പുസ്തകങ്ങളിൽ നിന്ന് പ്രസംഗിച്ച് കാശുണ്ടാക്കുന്ന ഉപദേശിമാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 66 പുസ്തകത്തിൽ നിന്നും എസ്പെഷ്യലി പുതിയ നിയമം പ്രസംഗിച്ച് സഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുന്ന എത്ര സംഘങ്ങളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എഫേസ്യ ലേഖനത്തിന്റെ പഠനം വളരെ വലുതാണ്. ചില അപ്പോസ്തലന്മാരായി, ചില പ്രവാചകന്മാരായി, ചില സുവിശേഷകന്മാരായി, ഉപദേഷ്ടകന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും നിയമിച്ചത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമുദായ പ്രായത്തിൻ്റെ അളവ് ഒരുപോലെ പ്രാപിക്കണം. അങ്ങനെ പ്രാപിക്കുന്നില്ലെങ്കിൽ മനുഷ്യരുടെ ചതിയാലും അങ്ങനെ നമ്മൾ പ്രാപിച്ചില്ലെങ്കിൽ എന്താ പറ്റും? 14-ാം വാക്യം, അങ്ങനെ നാം ഇനി മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങി പോകാൻ തൊക്കോളം ഉപദേശത്തിൽ ഓരോ കാറ്റിനാൽ അലഞ്ഞുള്ള ശിശുക്കളായി പോകും. ഇന്നിപ്പോൾ ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക, ആത്മീയ കൊള്ള ശിശുക്കളെ കൊണ്ട് നിറഞ്ഞു കിടക്കുക. ഇങ്ക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. വിലാപങ്ങളുടെ പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആഹാരമില്ലാതെ വഴിത്തലയ്ക്ക് കിടക്കുകയാണ് ശിശുക്കൾ. എന്താ സംഭവിച്ചത്? ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരെ പോലെ ഉപദേശം പഠിപ്പിച്ച് ആത്മീയ വളർച്ചയിലേക്കും ആത്മീയ വർധനവിലേക്കും ആത്മീയ നിറവിലേക്കും വിശ്വാസികളെ നടത്തുന്നതിൽ സഭ പരാജയപ്പെട്ട് കിടക്കുക. ശുശ്രൂഷകന്മാർ പരാജയപ്പെട്ട് കിടക്കുക.
ആത്മീയത കണി കാണാൻ പറ്റാത്ത അവസ്ഥയിലായി മാറിയപ്പോൾ മുഴുവൻ ജഡത്തിൽക്കാണ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളിൽ പണ്ടുകൊടുത്ത ശക്തിയുള്ളവ തന്നെ. അവയാൽ നിങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ വിരോധ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പോകുന്ന എല്ലാ വീഴ്ചകളെയും ഇടിച്ചു കളഞ്ഞ് അവരാത്മീയമായും കൊണ്ടുപോകുക. ഇന്നോ ഉപദേശത്തിന്റെ കാറ്റിനാൽ എറിഞ്ഞുള്ള ശിശുക്കളായി കിടക്കുക. ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ തലയോളം സകലത്തിലും വളരണം. ക്രിസ്തുവിന്റെ തലയോളം വളരണം. ക്രിസ്തുവിന്റെ ഭാവവും ക്രിസ്തുവിന്റെ മനസ്സും വളർച്ചയിലുണ്ടാകണം നമ്മളിൽ. ഹല്ലേലൂയ. ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയായിത്തീരും. ശരീരം മുഴുവൻ യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോരോ അംഗത്തിന് അതത് വ്യാപാരത്തിലെത്തവണ്ണം ഉദവിലയിപ്പാനുള്ള സന്ധിയാലും സ്നേഹത്താലുള്ള വർധനയ്ക്കാവിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് വളർച്ച കിട്ടും. എങ്ങനെ കിട്ടും? സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും. ഹല്ലേലൂയ. ഓരോരോ അംഗത്തിന് അതത് വ്യാപാരത്തിനൊത്തവണ്ണം ശക്തി നമുക്ക് ലഭിക്കണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ നിറവിന്റെ അനുഭവത്തിൽ വേണം നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ, അല്ലെങ്കിൽ പരാജയപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. ഇവിടെ നമ്മൾ ചിന്തിച്ചത്, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും. ആത്മീക ഉറക്കത്തിൽ കിടക്കുകയാണ് ഇന്ന് സഭ. ഹല്ലേലൂയ. ആത്മീക നിദ്രയിൽ കിടക്കുകയാണ് സഭ. ആമേൻ, 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 ആമേൻ. ആരുടെ ഇടയിലാണ് കിടക്കുന്നേ? മരിച്ചവരുടെ ഇടയിൽ. ആത്മീകമായി മരിച്ചുപോയ സമൂഹത്തിന്റെ നടുവിൽ ആത്മീക ജീവൻ പ്രാപിച്ചവർ, ആത്മീക ജീവനെല്ലാം നഷ്ടപ്പെട്ട് അവിടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് വരും അതെല്ലാം കുരുടായി, സ്വത്രം പുറമേയുള്ള ഭക്തി കാണിച്ച് അതിൻ്റെ ശക്തിയെ തികച്ച് അനാത്മികരായി ജഡീകന്മാരായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെയാണ് ആത്മാവിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. വാത്സല്യ പ്രിയപ്പെട്ടവരെ, ആത്മീക ജീവൻ പ്രാപിച്ച ദൈവത്തിൻ്റെ സഭ ആത്മീക ജീവനില്ലാത്ത ജഡീകന്മാരുടെ കൂടെ കിടന്നുറങ്ങാണെന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുള്ള പോലെ അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക. ആത്മീയമായി മരിച്ചു കിടക്കുന്ന, ജീവനില്ലാതെ ചത്തു കിടക്കുന്ന ജനതയുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാനാണ് പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. സ്വത്രം. ക്രിസ്തു പ്രകാശിക്കണം നമ്മളിൽ. നമ്മൾ വെളിച്ചമായി മാറണം. കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ആദ്യം കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. അത് കഴിഞ്ഞ് പിന്നെ ശിഷ്യന്മാരോട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം വെളിച്ചത്തിന്റെ മക്കളാണെന്നുള്ളത് ഓർത്തപ്പോ വേണം. നാം ഇരുട്ടിനുള്ളവരല്ല, വെളിച്ചത്തിന്റെ മക്കളാണ്. ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ മക്കളുടെ സ്വഭാവം എന്താ? ഉറങ്ങിക്കിടക്കാൻ പാടില്ല. ആത്മീയ ഉറക്കം ഓർക്ക പാടില്ല. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അപ്പോ ആത്മീക ജീവൻ പ്രാപിച്ച് ശക്തിയോടെ മുമ്പോട്ട് നിൽക്കേണ്ട സഭ ഇപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആത്മീയ ഉറക്കത്തിൽ കിടക്കുക. അതുള്ള പൗലോസ് ദൂത് പറഞ്ഞു, അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണരുക, ഉണരുക, ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. വിവിധ ജാതി വസ്തു രക്ഷിക്കപ്പെടാത്തവർ, സ്നാനപ്പെടാത്തവർ, വിശുദ്ധാംശം പ്രാപിക്കാത്തവർ, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാത്തവർ ആത്മീയമായി എന്ത് ചെയ്യുക? മരിച്ചു കിടക്കുക. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ആത്മീയമായി ചത്തു കിടക്കുകയാണ് ലോക മനുഷ്യൻ സിംഹഭാഗം. നമ്മളെ ആ അവസ്ഥയിൽ നിന്ന് ക്രിസ്തുവിന്റെ പ്രകാശധാരകളാക്കി മാറ്റി എന്ന പുസ്തകം. ഹല്ലേലൂയ. ഇവിടെ ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക. ആത്മീക ജീവനില്ലാതെ ആത്മീയമായി മരിച്ചു കിടക്കുന്ന മനുഷ്യരുടെ നടുവിൽ നമ്മൾ എഴുന്നേറ്റിരിക്കുക. നമുക്ക് ശക്തിയില്ല, നമുക്ക് ബലമില്ല, നമുക്ക് കൃപാവരങ്ങളില്ല, നമുക്ക് ദർശനങ്ങളില്ല, നമുക്ക് വെളിപ്പാടുകളില്ല, നമുക്ക് ശക്തിയേറിയ വചനത്തിന്റെ ശുശ്രൂഷകളില്ല. തന്മൂലം ആത്മീയമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മീയമായി നീ ഉറങ്ങുന്നുവോ? നിന്റെ വചനധ്യാനം എവിടെ? നിന്റെ പ്രാർത്ഥന എവിടെ? നിന്റെ വിശുദ്ധ ജീവിതം എവിടെ? നിന്റെ വേർപാട് എവിടെ? നിന്റെ തീരുമാനങ്ങൾ, പ്രതിഷ്ഠകൾ എവിടെ?
ഹല്ലേലൂയ. അപകടകരമായ ഒരു അവസ്ഥ മണത്തോട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. ആത്മീയമായി ചത്തു കിടക്കുന്നവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് വരാനാണ് കർത്താവ് പറയുന്നത്. ആത്മീയമായി മരിച്ചു കിടക്കുന്നവരുടെ ഇടയിൽ ആത്മീയ ജീവൻ പ്രാപിച്ച പെന്തക്കോസ്ത് സമൂഹം ഉറങ്ങിക്കിടക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്കൊരു എഴുന്നേൽപ്പ് ആവശ്യമുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവത്തിലൂടെ നടന്ന് കർത്താവിലൊരു ധാരയായി തീരേണ്ട ആവശ്യകതമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഈ വാക്യത്തെ ഇതിൻ്റെ മുൻപിലുള്ള ചില വാക്യങ്ങൾ കൂടി കോർത്തിണക്കി ലിങ്ക് ചെയ്ത് പഠിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. അതിനായിട്ട് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുക. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു. 8 തുടങ്ങ് വായിക്കുക. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകും. മുമ്പ് നമ്മൾ ഇരുളായിരുന്നു, ദൂരുപദേശത്തിന്റെ അടിമച്ചങ്ങളിൽ കിടക്കുകയായിരുന്നു. വിശുദ്ധമായ ദൈവവചനത്തിന്റെ വെളിപ്പാടുകളെ ഏറ്റെടുത്ത് ജീവിക്കാൻ കഴിയാത്ത നിലയിൽ നമ്മളായിരുന്നു. ആത്മീയമായി നമ്മൾ ചത്ത അവസ്ഥയിലായിരുന്നു. ഹല്ലേലൂയ. ആത്മീയമായി ഒരടി മുമ്പോട്ട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ ആയിത്തീർന്നു. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു. ഇരുളെന്ന് പറഞ്ഞാൽ സാത്താനെ കുറിക്കുക. പാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പാപത്തിന്റെ വകയായിരുന്നു നമ്മൾ. ആ നമ്മെ അതാ പൗലോസ് പറയുന്നത് ഗലാത്യർ ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം 5-ാം വാക്യം മുതൽ. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. രക്ഷിക്കപ്പെട്ട ദാനപ്പെട്ട വിശുദ്ധാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? പ്രകാശധാരകളായി മാറി. ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് കർത്താവ് പറഞ്ഞു. പിന്നെ കർത്താവ് തിരിഞ്ഞു എന്ന് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോൾ നമ്മൾ ആരാ വെളിച്ചം? സഭയാ. ആത്മീയമായി ഇരുണ്ട് കിടക്കുന്ന ഈ ഭൂമിയിൽ ആത്മീയ വെളിച്ചം കൊടുക്കേണ്ട, ആത്മീയ വെളിച്ചം പ്രകാശിപ്പിക്കേണ്ട പുതിയ നിയമ സഭയാ. സ്തോത്രം. ആ ഒരു ചിന്ത നമുക്കുണ്ടോ? കർത്താവ് നമ്മെ വെളിച്ചമാക്കി വെച്ചിരിക്കുക. ഇരുളിൽ കിടന്ന നമ്മെ. മുമ്പ് ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. ഇനി വെളിച്ചമായ സ്ഥിതിക്ക് എന്ത് ചെയ്യണം? നമ്മൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വെളിച്ചമായ സ്ഥിതിക്ക് കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളി. ഇരുളായിരുന്നു നമ്മളിപ്പോൾ വെളിച്ചമാക്കി. കർത്താവിനെ വിശുദ്ധമായി സ്വീകരിച്ച് പാപവഴികളെ വിട്ട് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിനെ സ്ഥാനപ്പെട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആരായി? ഓട്ടക്കളത്തിൽ ഓടാനുള്ള ഒരു തയ്യാറെടുപ്പിലായി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇരുട്ടിന്റെ അവസ്ഥയിൽ നിന്ന് ദൈവം നമ്മൾ എന്ത് ചെയ്തു? വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് ഇനി കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളി. നമ്മൾ വെളിച്ചത്തിലുള്ളവരായി നടക്കണം. വെളിച്ചത്തിലുള്ളവരായി. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ശ്രദ്ധിക്കുക ദൈവമക്കളെ, വെളിച്ചത്തിലുള്ളവരായി നടക്കണം. വെളിച്ചത്തിലുള്ളവരായി. ഇരുളായിരുന്ന നമ്മൾ വെളിച്ചത്തിന്റെ മക്കളായിരിക്കണം. വെളിച്ചമെന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? വെളിച്ചമെന്ന് പറഞ്ഞാൽ ആക്ച്വലി കർത്താവാ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മൾ കർത്താവിന് പ്രതിരൂപമായി, നമ്മൾ കർത്താവിന് തദാത്മ്യം പ്രാപിക്കുന്ന വ്യക്തികളായി നമ്മൾ തീരണം. കർത്താവ് ലോകത്തിൽ വെളിച്ചം കൊടുത്തതുപോലെ നമ്മൾ വെളിച്ചം കൊടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. പ്രിയമുള്ളവരെ, ഒരല്പ ഡിസ്റ്റർബൻസ് വന്നു മെസ്സേജിൻ്റെ ഇടയിൽ. ക്ഷമിക്കണമേ കർത്താവിൻ്റെ നാമത്തിൽ. അപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വചനം, മുമ്പ് നമ്മൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകും. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണ്ടെന്ന് മരിച്ചവരുടെ എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തുവിൻ്റെ മേൽ പ്രകാശിക്കുമെന്ന് നമ്മൾ എഫേസ്യ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം കുറിവാക്യമായിട്ട് എടുത്തുകൊണ്ടാണ് വിഷയത്തിലേക്ക് പ്രവേശിച്ചത്. അതേ അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിന് വെളിച്ചമാകുന്നു. അപ്പോൾ കർത്താവിന് വെളിച്ചമായ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് അടുത്ത സ്റ്റെപ്പ് പൗലോസ് പറയുക.
ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാകുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇനി കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളാം. നമ്മളിപ്പോ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നിട്ട് പിന്നെയും ഇരുളിലേക്ക് പോകുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. നമ്മുടെ ആത്മീയ കോളത്തിലുള്ള ബഹുമാനപ്പെട്ട പാസ്റ്റർമാർക്കും നേതൃത്വ നിരകൾക്കും രാഷ്ട്രീയത്തിലേക്ക് പോകണം. ഇരുളിൽ കിടന്ന് തപ്പിത്തടയുന്നവരുടെ ഇടയിൽ കിടന്ന് ഭരണം നടത്തണം. ആ മരിച്ചു കിടക്കുന്നവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ പ്രകാശധാരകളായി നിൽക്കാനാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. അല്ല അവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകാനല്ല. ഹല്ലേലൂയ. മുമ്പ് നിങ്ങൾ ഇരുളായിരുന്നു, ഇന്നത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഇരുട്ടി കിടക്കുകയല്ലേ? രക്ഷിക്കപ്പെടാത്തവരുള്ള ഇരുട്ടിലല്ലേ? ആത്മീയത്തിലേക്ക് വരാത്തവരുള്ള ഇരുട്ടി കിടക്കുകയല്ലേ? അപ്പൊ അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതിയാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ സുവിശേഷത്തിൻ്റെ പ്രതികൂലം വരുമ്പോൾ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടാക്കി നമുക്ക് സ്വസ്ഥതയും സമാധാനം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ സ്വയം ജഡത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആത്മനിറവിൽ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകന്മാർ എഴുന്നേറ്റ് ദൈവസഭയെ ഉപദേശിച്ചാലേ ആത്മാവിൻ്റെ ഫലങ്ങളും ഗുണങ്ങളും വരങ്ങളും ഉള്ള ദൈവമക്കളായി നമ്മൾ തീരത്തുള്ളൂ. ഹല്ലേലൂയ. ലോകം ഇരുട്ടിൽ കിടക്കുക, ലോകം ആത്മീയമായി മരിച്ചു കിടക്കുക. അവരുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ പ്രകാശധാരകളായിരിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചത്. അതുകൊണ്ട് മരിച്ചവരുടെ എഴുന്നേറ്റ് ക്രിസ്തുവിൻ്റെ പ്രകാശധാരകളാകണം. അതിനെന്ത് ചെയ്യണം? ഇരുളായിരുന്നു നിങ്ങൾ, കർത്താവിൽ ഇപ്പോൾ വെളിച്ചമാകുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് നമ്മൾ പരിശോധിക്കണം. മനുഷ്യൻ്റെ ഇഷ്ടത്തിന് പോകാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുവീൻ. വെളിച്ചത്തിൻ്റെ മക്കളായി ജീവിക്കണം. സകല സൽഗുണവും നീതിയും സത്യവും അല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. വെളിച്ചത്തിൻ്റെ ഫലമുണ്ട്. എന്തൊക്കെയാണ് ഫലം? സൽഗുണം, നീതി, സത്യം. ഹല്ലേലൂയ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഇരുളിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അവയെ ശാസിക്കുക എത്ര വേണ്ടത്? ഇരുളിൽ കിടക്കുന്നവരുമായിട്ട് കൂട്ടായ്മ നമുക്കില്ല. ഇപ്പോ യോഹന്നാന്റെ 1-ാം ലേഖനം നമ്മൾ പഠിച്ചു വരുമ്പോൾ എൻ്റെ 1-ാം അധ്യായത്തിൽ മനോഹരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് യോഹന്നാൻ പറയുന്നുണ്ട്. ഞാനത് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആദ്യം മുതലുള്ളത്. ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ഞങ്ങൾ നോക്കിയതുമായ ഞങ്ങളുടെ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടും കേട്ടും ഉള്ളത് നിങ്ങളോട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടി ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടു കേട്ടുമുള്ളത് നിങ്ങളുടെ കൂട്ടായ്മ ഉണ്ട്, അതിൽ നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പുത്രനോടും പിതാവിനോടും എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. അപ്പം നമുക്കൊരു കൂട്ടായ്മ ബന്ധം പിതാവിനോടും പുത്രനോടും ആയിരിക്കണം. ലോക മനുഷ്യരോട് നമുക്ക് കൂട്ടായ്മയില്ല. അവരുമായിട്ട് പണക്കില്ല, വഴക്കില്ല, സ്നേഹത്തിൽ തന്നെ ആയിരിക്കണം. ഒരു കൂട്ടായ്മ ബന്ധം ആത്മീയരുമായിട്ട് മാത്രമേ പാടുള്ളൂ. ലോകമനുഷ്യരുമായിട്ട് നമുക്ക് ചെയ്തു പോകാൻ പറ്റത്തില്ല. വിട്ടുപോരും അശുദ്ധമായതൊന്നും തുടരുത്. ലോക മനുഷ്യൻ്റെ ഭൗതിക വിഷയങ്ങളിൽ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും? നമ്മൾ ഇരുളിലേക്ക് പോകും. ഇപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഇരുട്ടിൻ്റെ വക്താക്കളാക്കി അനേകർ മാറിക്കഴിഞ്ഞു. അവരിലുള്ള ആത്മീയ വെളിച്ചം പറ്റയില്ലാതെയായി. ക്രിസ്തുവിൻ്റെ പ്രകാശധാരകളായി നിൽക്കേണ്ടവര് ഇപ്പോൾ എന്തായി മാറി? ആത്മീയ ഇരുട്ടിൽ കിടന്ന് തപ്പുക. ആത്മീയ ഇരുട്ടെന്ന് പറഞ്ഞാൽ ക്ഷമിക്കണം, ആത്മീയ അന്ധതയിൽ കിടന്ന് തപ്പുക. അന്ധതയിൽ കുരുടന്മാരായി. കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ക്ലിയർ ആയല്ലോ. കുരുടനെ വഴികാട്ടുക. നമ്മള് വെളിച്ചത്തിലേക്ക് വന്നവരാ, ക്രിസ്തുവിന്റെ പ്രകാശധാരകളായവരാ. ഹല്ലേലൂയ.
ഇനി ഇരുളിൽ കിടക്കുന്നവരെ വെളിച്ചത്തിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. അത് ഈ ലോകത്തിന്റെ ഭരണ സംവിധാനത്തിലൂടെ നടത്താനല്ല പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം പ്രസംഗിച്ച് അവരെ ക്രിസ്തുവിലേക്ക് നടത്തി അവരെ ക്രിസ്തുവിന്റെ പ്രകാശധാരകളാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്വം നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അല്ല അവരുമായിട്ട് പോയി കൂട്ടുകൂടി നമ്മൾ ഇരുളിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം ദൈവമക്കളെ. ഇത് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വലിയ നോവാണ് വരുന്നത്. കാരണം ഇരുട്ടിൽ കിടന്ന നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളായതിനു ശേഷം പിന്നെയും നമ്മൾ ഇരുട്ടിലേക്ക് പോകുന്ന ഒരു ദുരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇരുട്ടിലുള്ളവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, അവരുമായിട്ട് കൂട്ടുകൃഷി നടത്തുക, അവരുമായി ഭരണം നടത്തുക. ഹല്ലേലൂയ. ഇത് പ്രധാനമായിട്ട് സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവിൻ്റെ മഹത്വമുള്ള വേലയ്ക്ക് ചുമൽ കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളെയും പോരാട്ടങ്ങളെയും വെല്ലുവിളികളെയും തടയിടാൻ വേണ്ടി നമുക്കൊരു മന്ത്രി, നമുക്കൊരു MLA, നമുക്ക് പൊളിറ്റിക്സിലെ ചില ആൾക്കാർ വേണം എന്നൊരു ചിന്ത സാത്താൻ ചിലരുടെ ഹൃദയങ്ങളിലേക്ക് കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരെ എന്തിനാ മരിച്ചത്? ശിഷ്യന്മാരിൽ നല്ലൊരു പങ്കും രക്തസാക്ഷികളാകുകയല്ലേ ചെയ്തത്? രക്തം ചൊരിഞ്ഞ് മരിക്കുകയല്ലേ അവർ ചെയ്തത്? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളിതൊന്ന് മനസ്സിലാക്കണം. കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ അവർ കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്ത് അവർ രക്തസാക്ഷികളായി, അവർ രക്തം ചിന്തി മരിച്ചു, അവരെ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഗോതമ്പ് പുള്ളി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ തനിയായിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അവർ സ്വയം മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്ത് പറ്റി? സ്തേഫാനോസ് മരിച്ചപ്പോൾ 1000 സ്തേഫാനോസിന്റെ ശക്തിയോടെ ഒരു ദൈവവൃത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അതല്ലേ പൗലോസ്? ഹല്ലേലൂയ. സഭയ്ക്കുണ്ടാകുന്ന പ്രതികൂലങ്ങളെയും പോരാട്ടങ്ങളെയും വെല്ലുവിളികളെയും എതിർപ്പുകളെയും ജഡപ്രകാരം നമ്മൾ നേരിടാനല്ല ശ്രമിക്കേണ്ടത്, അതിനെ ആത്മീകമായി നേരിടണം. ഹല്ലേലൂയ. വൃന്ദലേഖനത്തിൽ അങ്ങനെ ഒരു ഭാഗമുണ്ടല്ലോ, ഞങ്ങൾ ജലത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജലീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഹല്ലേലൂയ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. കണ്ടോ? ആത്മീകമായി നമ്മൾ യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. നമ്മൾ ജഡത്തിൽ സഞ്ചരിക്കുന്നെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. നമ്മുടെ പോരാട്ടം ആത്മീകമാണ്. ഇവിടെ ജഡപ്രകാരം പോരാടാൻ ശ്രമിക്കുക, ജഡപ്രകാരം ഭരണം നടത്താൻ ശ്രമിക്കുക. അത് തെറ്റാണ്, വചനവിരുദ്ധമാണ്, അത് അപകടമാണ്. ഹല്ലേലൂയ. എപ്പോഴും കർത്താവിൻ്റെ മഹത്വമുള്ള വേല ചെയ്യുന്നവർക്ക് പോരാട്ടങ്ങളും വെല്ലുവിളികളും ഉണ്ട്. മരണം സംഭവിക്കും, അപകടം സംഭവിക്കും. നിങ്ങൾ പുതിയ നിയമസഭയുടെ ചരിത്രം എടുത്തൊന്ന് പഠിച്ചു നോക്ക്. 1-ാം നൂറ്റാണ്ട് മുതൽ സഭയുടെ ചരിത്രങ്ങൾ, ജോസീഫസും അതുപോലെ പല വിലപ്പെട്ട ദൈവവൃത്യന്മാർ എഴുതിയ ചരിത്രങ്ങൾ നിങ്ങളൊന്ന് പഠിച്ച്, കോടിക്കണക്കിന് രക്തസാക്ഷികൾ ഉണ്ടായതായിട്ടാണ് ചരിത്രം. ഇപ്പോൾ രക്തസാക്ഷികളില്ല, ഇപ്പൊ സഭയ്ക്ക് വലിയ പീഡയില്ല. മുമ്പ് ഞാൻ പ്രസ്താവിച്ചല്ലോ, യോഹന്നാനെ വാള് കൊണ്ടുവന്നു, അവർ യാക്കോബിനെയും പിടിച്ചു, പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ജയിലിലിട്ടു. അവിടെയൊക്കെ അവർ ഭൗതികമായ പോരാട്ടമല്ല നടത്തിയത്, ജലപ്രകാരമുള്ള പോരാട്ടമല്ല. അവർ ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിച്ചു. ഭൂമികുലുക്കമുണ്ടായി, ശത്രുക്കൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അവര് രക്ഷാനുഭവത്തിലേക്ക് വന്നു. യജമാനന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവർ രക്ഷാവാചകം ചൊല്ലിക്കൊടുത്തു. അവരെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അവരെ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും ആത്മീയ അനുഭവത്തിലേക്കും അവരെ നടത്തിയ ചരിത്രമല്ലേ പുസ്തകം നമുക്ക് തരുന്നത്. എന്തുകൊണ്ട് പ്രവൃത്തി പുസ്തകത്തിൻ്റെ പിന്തുടർച്ചക്കാരായി നമുക്ക് തീരാൻ കഴിയുന്നില്ല? ബുക്ക് ഓഫ് ആക്ട്സ് പഠിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പഠനം എന്താ? ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ, കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ എങ്ങനെ സുവിശേഷം അറിയിച്ചു, അവരുടെ സുവിശേഷത്തിൻ്റെ വേളയിലുള്ള പ്രതികൂലത്തെ അവരേത് നിലയിൽ തരണം ചെയ്തു എന്ന് എന്താ നമ്മൾ പഠിക്കാത്ത? എൻ്റെ ചോദ്യമാണ്.
നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. നിന്റെ ജീവനെ നേടിയാൽ കളഞ്ഞെന്നല്ലേ കർത്താവ് പറഞ്ഞത്? ജീവനെ കർത്താവിന് വേണ്ടി കളഞ്ഞാൽ നേടിയെന്നല്ലേ കർത്താവ് പഠിപ്പിച്ചേ? ഹല്ലേലൂയ. നമ്മളിപ്പോൾ നമ്മളെ തന്നെ സേഫ് ആക്കുക. അതിന് നമുക്ക് മന്ത്രി വേണം, MLA വേണം, ജനപ്രതിനിധികൾ വേണം. നമുക്ക് അപകടം ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല, നമുക്ക് എതിർപ്പുകൾ ഉണ്ടാകാൻ പാടില്ല. പുതിയ നിയമസഭയുടെ ചരിത്രം പഠിക്കുക. എൻ്റെ പാസന്മാരെ, വേലക്കാരെ, നിങ്ങൾ എന്നെ വേല ചെയ്യുന്നേ? ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ തല എന്നാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്ത് സംഭവിക്കട്ടെ, അത് കർത്താവിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്വം. ഞാൻ ഒളിച്ചോടാനുള്ളവനല്ല. ഞാനും നിങ്ങളും ഒളിച്ചോടാൻ ശ്രമിക്കുക, ഞാനും നിങ്ങളും രക്ഷപ്പെടാൻ ശ്രമിക്കുക. ഒരായുസ് മുഴുവൻ ക്രിസ്തുവിനെ പ്രസംഗിച്ച്, യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയായി ദൈവവചനം പ്രസംഗിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത നാവ് കൊണ്ട് ശ്രീരാം വിളിച്ച ചരിത്രം ഇല്ലേ നമ്മുടെ വേലക്കാരുടെ നടുവിൽ? ഹല്ലേലൂയ. ഞാൻ അവരെ താഴ്ത്തിക്കെട്ടി പറയുകയല്ല. കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് മരിച്ചു പോക്കൂടായിരുന്നോ? ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ ചരിത്രങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഓർക്കുന്നു, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പല പ്രാവശ്യം, ഒരു കുടുംബത്തെ, ഇംഗ്ലീഷുകാരാണ് അവർ, പിടിച്ച് സുവിശേഷ നിമിത്തം കൊല്ലാനായിട്ട് ഓർഡർ ഇട്ടു. ഒരു ഭാര്യ, ഭർത്താവ്, 2 കുഞ്ഞുങ്ങൾ ജീവനോട് കുഴിച്ചുകൂടാൻ കുഴി തയ്യാറാക്കി 4 പേരെയും ഇറക്കി നിർത്തി. കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളാണ്. കർത്താവിനെ തള്ളിപ്പളഞ്ഞ് വേദപുസ്തകം തെറ്റാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്നാൽ അവർക്ക് രക്ഷപ്പെടാം. ഭർത്താവ് പറഞ്ഞു, സഹോദരിയോട് പറഞ്ഞു, നമുക്ക് ഭാര്യയെ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാമെന്ന്. ഭീരുവായൊരു ഭർത്താവിന് എനിക്ക് വേണ്ട, നമുക്കിന്ന് മരിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത ചരിത്രമുണ്ട്. എത്രയോ പേർ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്തു. തലകീഴായി ക്രൂശിക്കാൻ പത്രോസ് പറഞ്ഞില്ലേ? ചരിത്രം പറയുന്നു. ഹല്ലേലൂയ. എനിക്ക് വിചിത്രമായിട്ട് തോന്നിയത്, ഞാനിപ്പോൾ അത് പറയാനൊരു പ്രേരണ കിട്ടിയോണ്ട് ഞാൻ പറയുക. വടക്കേ ഇന്ത്യയിലെ സുവിശേഷത്തിൻ്റെ പ്രതികൂലങ്ങൾ വന്ന് ഹോളൊക്കെ തല്ലി പൊട്ടിച്ച് ആരാധന തടഞ്ഞപ്പോഴത്തേക്ക് അവരെല്ലാം കൂടി പോലീസ് സ്റ്റേഷൻ്റെ ചുറ്റും പോയി ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. മർക്കോസിൻ്റെയും കസ്റ്ററിൻ്റെയും പാട്ടൊക്കെ എനിക്കിഷ്ടം, ഞാനും പാട്ട് പാടുന്നവനാണ്. അവിടെ അവർ ആത്മാവിൽ ആരാധിക്കണമായിരുന്നു. പുതിയ നിയമസഭ ആത്മാവിൽ ആരാധിച്ചു. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ആരാധന സഭയിൽ നിന്ന് അപ്രത്യക്ഷമായി. അവിടെ പാട്ടും കൂത്തും നൃത്തവും ഒക്കെ കയറി വന്നിരിക്കുക. ആത്മാവിൻ്റെ ആരാധന വെളിപ്പെടുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും, ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും, ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരും. ശത്രുക്കൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. പൗലോസും ശീലാസും ആരാധിച്ചപ്പോൾ അതാ സംഭവിച്ചത്. പത്രോസിനെ കാരാഗ്രഹത്തിൽ അടച്ചപ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൂതൻ ഇറങ്ങി വന്നവിടെ വിടിവിച്ചു. ഇന്നെന്തുകൊള്ളത് വരാത്തത്? എൻ്റെ കുറവാണെന്ന് ഞാൻ സമ്മതിക്കാം. ഞാൻ പ്രതിയാണതിലെ 1-ാം പ്രതി. ബാക്കിയെല്ലാവരും 2-ാം പ്രതിയിലേക്ക് വരുന്നുള്ളൂ. അപ്പം നമുക്ക് ഒരുമിച്ച് ആത്മാവിൻ്റെ ആരാധനയിലേക്ക് വരാം. ദൈവസാന്നിധ്യം ഇറങ്ങുന്ന ആത്മീയ അനുഭവങ്ങൾ നമ്മളിൽ രൂഢമൂലമായി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.